Today we will discuss about some problems relating to differentiation of transforms. First problem, using differentiation of transforms theorem, derive the following formula. First one, L inverse of s by s square plus b square all square equal to 1 by 2 beta into t into sin beta t. Second one, L inverse of 1 by s square plus beta square all square equal to 1 by 2 beta cube into sin bt minus bt into cos bt. Third question, L inverse of s square divided by s square plus beta square all square equal to 1 by 2 beta into sin beta t plus beta t cos beta t. അപ്പം ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോമിൻ്റെ തിയറം യൂസ് ചെയ്തിട്ട് ഈ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്തായിരുന്നു ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോമിൻ്റെ തിയറം എന്തായിരുന്നു? if L of f of t equal to f of s, then L of t raised to n f of t equal to minus 1 all raised to n into nth derivative of f of s. അതായിരുന്നു ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം തിയറം എന്ന് പറയുന്നത്. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറേ ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫസ്റ്റ് ഇതെങ്ങനെയാണ് ഡെറൈവ് ചെയ്യുക, ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ ഈക്വൽ ടു 1 by 2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടെങ്കിൽ എൽ ഓഫ് ദിസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ ആ ഒരു രീതിയിൽ പ്രൂവ് ചെയ്താലും പോരെ. അതായത് എൽ ഓഫ് 1 by 2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി എന്ന് പറഞ്ഞ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടിയാൽ ഇത് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ ഈക്വൽ ടു 1 by 2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, എൽ ഓഫ് ദിസ് എന്ന് പറയുന്നത് ഇതാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നിക്ക് ആ രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആർ എച്ച് എസിന് എന്ത് ചെയ്യുക, നമ്മൾ ലാപ്ലേസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എൽ ഓഫ് 1 by 2 ബീറ്റ ടി ഇൻറ്റു സൈൻ ബീറ്റ ടി നമ്മൾ കാണുന്നു. അപ്പം നമുക്കറിയാം ലീനിയാരിറ്റി തിയറം പ്രകാരം എൽ ഓഫ് 1 by 2 ബീറ്റ ടി ഇൻറ്റു സൈൻ ബീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുത്തിട്ട് ബാക്കി എഴുതാം അല്ലേ. അതായത് 1 by 2 ബീറ്റ ഇൻറ്റു എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി എന്ന് കിട്ടും. നമുക്കറിയാം എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത് ഏതിൻ്റെ ഫോമുല ഉള്ളത്, എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമുലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, സൈൻ ബീറ്റ ടി ആണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ബീറ്റ ടി എന്ന് കിട്ടി. ദെൻ എഫ് ഓഫ് എസ് കാണണം. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, എൽ ഓഫ് എഫ് ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ ബീറ്റ ടി. എൽ ഓഫ് സൈൻ എ ടി നമുക്കറിയാം എ ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ആണ്. ഇവിടെ എക്ക് പകരം ബീറ്റ ആണ് ഉള്ളത്, അതുകൊണ്ട് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വരും. ദെൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് അപ്ലൈ ചെയ്യുന്നു. എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി ആയിരുന്നെങ്കിൽ -1 ഓൾ റൈസ് ടു എൻ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഇവിടെ എന്നിന് പകരം 1 ആണ് ഉള്ളത്, അതുകൊണ്ട് -1 ഓൾ റൈസ് ടു 1 ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് ഇപ്പം നമുക്ക് കിട്ടി ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഇൻറ്റു ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു അതായത് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ബീറ്റ എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എസിൽ കോൺസ്റ്റന്റ് ആണ്. അതെന്ത് ചെയ്യുക, 0 ആയിപ്പോൾ മൈനസ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എസിലാണ്. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s, പിന്നെ ബീറ്റ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയി. ബാക്കിയുള്ളത് അപ്പം ബീറ്റ ഇൻറ്റു 2s ആണുള്ളത് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതായത് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ ഈ ടേം 0 ആയി. ബാക്കിയുള്ളത് -2 ബീറ്റ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് എൽ ഓഫ് 1 by 2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by 2 ബീറ്റ ഇൻറ്റു ഇപ്പം നമ്മൾ ഇത് കണ്ടുപിടിച്ചു, എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി നമ്മൾ കണ്ടുപിടിച്ചു 2 ബീറ്റ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ബീറ്റ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് എൽ ഓഫ് 1 by 2 ബീറ്റ ടി ഇൻറ്റു സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താണ്, ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ നമുക്കറിയാം
എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് ദിസ്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ബീറ്റ ക്യൂബ് ഇൻറ്റു സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി കോസ് ബീറ്റ ടി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം RHSന്റെ ഭാഗം എടുക്കുന്നു. അതായത് കൺസിഡർ 1/2 ബീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി കോസ് ബീറ്റ ടി നമ്മൾ എടുത്തു. ദെൻ ഇവിടെ ലാപ്ലേസ് അപ്ലൈ ചെയ്യുന്നു. എൽ ഓഫ് 1/2 ബീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ ടി. ഇവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 ബീറ്റ സ്ക്വയർ അല്ല, ബീറ്റ ക്യൂബാണ്, ബീറ്റ ക്യൂബ്. അപ്പോൾ 1/2 ബീറ്റ ക്യൂബ് ഇൻറ്റു എൽ ഓഫ് സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ ടി. ദെൻ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൽ ഓഫ് സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ഇൻറ്റു എൽ ഓഫ് ടി കോസ് ബീറ്റ ടി എന്ന് എഴുതാം. നമുക്ക് എൽ ഓഫ് 1/2 ബീറ്റ ക്യൂബ് സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി കോസ് ബീറ്റ ടീനെ 1/2 ബീറ്റ ക്യൂബ് ഇൻറ്റു എൽ ഓഫ് സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ഇൻറ്റു എൽ ഓഫ് ടി കോസ് ബീറ്റ ടി എന്ന് എഴുതാം. നമുക്കറിയാം എൽ ഓഫ് സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? അതായത് സൈൻ എ ടി എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. എൽ ഓഫ് സൈൻ എ ടി നമുക്കറിയാം a/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എക്ക് പകരം ബീറ്റ ആണ് ഉള്ളത്. അതുകൊണ്ട് ബീറ്റ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വരും. ഇനി ഇതും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് എൽ ഓഫ് ടി കോസ് ബീറ്റ ടി നമുക്ക് അറിയണം. അപ്പോൾ എൽ ഓഫ് ടി കോസ് ബീറ്റ ടി, ദിസ് ഈസ് ഓഫ് ദി ഫോം എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി. ഹിയർ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ബീറ്റ ടി. Therefore എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് കോസ് ബീറ്റ ടി. എൽ ഓഫ് കോസ് എ ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എക്ക് പകരം ബീറ്റ ഉള്ളത്. അപ്പം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടി. Therefore നമുക്ക് ഇതാണ് കാണേണ്ടത്. എൽ ഓഫ് ടി കോസ് ബീറ്റ ടി ആണ് കാണേണ്ടത്. എൽ ഓഫ് ടി കോസ് ബീറ്റ ടി, അതായത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ -1 ഓൾ റൈസ് ടു എൻ. nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നിന് പകരം 1 ആണുള്ളത്. അപ്പോൾ -1 ഓൾ റൈസ് ടു 1 ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഇൻറ്റു എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അതായത് എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു എസ് 1 മൈനസ് ന്യൂമറേറ്റർ എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതായത് ബീറ്റ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. എസ് സ്ക്വയർ മൈനസ് 2s സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി എഴുതുകയാണ്. മൈനസ് ബീറ്റ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ ഇതൊക്കെ നമ്മൾ ഇത് ഇപ്പം എസ് ഓഫ് സൈൻ ബി എൽ ഓഫ് സൈൻ ബി ടിയും അതുപോലെ എൽ ഓഫ് ടി കോസ് ബി ടിയും കണ്ടു. ഇനി എന്ത് ചെയ്യുക? അതിന് രണ്ടിൻ്റെ വാല്യൂ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ 2. Therefore ഇക്വേഷൻ 2 implies 1/2 ബീറ്റ ക്യൂബ് ഇൻറ്റു സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ ടി ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് സൈൻ ബീറ്റ ടീൻ്റെ വാല്യൂ കിട്ടി ബീറ്റ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതുപോലെ എൽ ഓഫ് ടി കോസ് ബീറ്റ ടീൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് എസ് സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. അതായത് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ അതെടുത്തു. അപ്പോൾ ഇവിടെ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ എന്താണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് ന്യൂമറേറ്ററിലും അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ബീറ്റ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഓഫ്, ഇവിടെ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒന്നും മൾട്ടിപ്ലൈ എക്സ്ട്രാ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതാം. ബീറ്റ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ തന്നെ എഴുതി. ദെൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം ബീറ്റ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ ക്യൂബ് മൈനസ് ബീറ്റ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ ക്യൂബ്. അപ്പം പ്ലസ് ബീറ്റ എസ് സ്ക്വയറും മൈനസ് ബീറ്റ എസ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് ബീറ്റ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബീറ്റ ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് ഇടുന്നു. 2 ബീറ്റ ക്യൂബും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു.
ദാറ്റ് ഈസ് നമുക്ക് എന്താണ് കിട്ടിയത്, എൽ ഇൻവേഴ്സ് ഓഫ് 1 അതായത് നമുക്ക് എൽ ഓഫ് ഇതാണ് കിട്ടിയത് അല്ലേ, എൽ ഓഫ് 1/2 ബീറ്റ ക്യൂബ് ഇൻറ്റു സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി കോസ് ബീറ്റ ടി എന്ന് പറയുന്നതാണ് ഇത് കിട്ടിയത്. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/ബീറ്റ ക്യൂബ് ഇൻറ്റു സൈൻ ബീറ്റ ടി മൈനസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ ടി. അത് സെക്കൻഡും നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ തേർഡ് വൺ, അതായത് തേർഡ് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനുള്ളത് എൽ ഇൻവേഴ്സ് ഓഫ് s² divided by s² plus beta square equal to 1/2 beta into sin beta t plus beta t into cos beta t. നമ്മൾ എന്ത് ചെയ്യുന്നു, RHS എടുക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സെയിം മീനിങ് തന്നെയാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഓഫ് എൽ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ s² s² plus beta square അതാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യുന്നു, ഈ RHSന് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. അതായത് എൽ ഓഫ് 1/2 ബീറ്റ ടി ഇൻറ്റു സൈൻ ബീറ്റ ടി പ്ലസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ ടി. സെയിം പ്രൊസീജിയർ തന്നെ നേരത്തെ ചെയ്ത പോലെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. അതായത് 1/2 ബീറ്റ ഇൻറ്റു എൽ ഓഫ് സൈൻ ബീറ്റ ടി പ്ലസ് ബീറ്റ ഇൻറ്റു എൽ ഓഫ് ടി കോസ് ബീറ്റ ടി എന്ന് കിട്ടുന്നു. ദെൻ നമുക്കറിയാം എൽ ഓഫ് സൈൻ ബീറ്റ ടി എന്ന് പറഞ്ഞാൽ ബീറ്റ ഡിവൈഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്, നമ്മൾ നേരത്തെ ചെയ്തു. ദെൻ ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഫോമിലാണുള്ളത്, ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫോം, ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് ബീറ്റ ടി ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എൽ ഓഫ് കോസ് ബീറ്റ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു s/s² പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വരുന്നു. ദെൻ നമുക്ക് എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 ഓൾ റൈസ് ടു എൻ, nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഇവിടെ എന്നിന് പകരം 1 ആണുള്ളത്, അതുകൊണ്ട് തന്നെ -1 ഓൾ റൈസ് ടു 1 d/ds ഓഫ് എഫ് ഓഫ് എസ് എന്ന് വരുന്നു. എഫ് ഓഫ് എസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് s/s² പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്റർ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ന്യൂമറേറ്റർ s ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s² പ്ലസ് ബീറ്റ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. അതായത് s² മൈനസ് 2s ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് s² പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി, മൈനസ് ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് s² ഡിവൈഡഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ s² മൈനസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നായിരുന്നു. ദെൻ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്തത്, സെപ്പറേറ്റ് എടുത്ത് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെർഫോർ ഇക്വേഷൻ 3 ബിക്കംസ് L of 1/2 beta into sin beta t plus beta t into cos beta t that is equal to 1/2 beta into നമുക്കിപ്പം sin beta t ന്റെ വാല്യൂ കിട്ടി b/s² plus beta square ആണ്. അതുപോലെ L of t cos beta t എന്ന് പറഞ്ഞ നമ്മളിപ്പം കണ്ടുപിടിച്ചു s² plus beta square divided by s² plus beta square whole square ആണ്. അതും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. that is equal to 1/2 beta into ഇവിടെ എന്താണ്, ഇവിടെയും ഡിനോമിനേറ്റർ സെയിം അല്ല, അപ്പം നമ്മൾ സെയിം ആക്കാൻ വേണ്ടി s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എടുത്തു. അതായത് LCM എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ s² പ്ലസ് ബീറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ഒരു s² പ്ലസ് ബീറ്റ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ വന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പം ബീറ്റ ഇൻറ്റു s² പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വന്നു. പ്ലസ് ബീറ്റ ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്ററിൽ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ തന്നെയുള്ളത്, നമ്മൾ എക്സ്ട്രാ ഒന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ന്യൂമറേറ്ററും അതുപോലെ തന്നെ എഴുതാം, ബീറ്റ ഇൻറ്റു s² മൈനസ് ബീറ്റ സ്ക്വയർ തന്നെ വന്നു. ദെൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ബീറ്റ s² പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് ബീറ്റ s² മൈനസ് ബീറ്റ ക്യൂബ്, ബീറ്റ ക്യൂബും മൈനസ് ബീറ്റ ക്യൂബും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് നമുക്ക് കിട്ടിയത് എന്താണ്, 2 ബീറ്റ s² പ്ലസ് ബീറ്റ s² ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബീറ്റ s² ഡിവൈഡഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. 2 ബീറ്റ ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് s² ഡിവൈഡഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതായത് നമുക്ക് 1/2 ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ ടി പ്ലസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ എൽ ഓഫ് ഇതെന്ന് പറയുന്നത് നമുക്ക് s² ഡിവൈഡ് ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എൽ ഇൻവേഴ്സ് ഓഫ് s² ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 1/2 ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ ടി ഇൻറ്റു ബീറ്റ ടി കോസ് ബീറ്റ ടി എന്ന് കിട്ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് s² ബൈ s² പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ ടി പ്ലസ് ബീറ്റ ടി ഇൻറ്റു കോസ് ബീറ്റ ടി. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി, ഓക്കെ, താങ്ക് യു.